ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഏഞ്ചൽ ബ്രോക്കിനകത്തൊരു ഇൻട്രാഡേ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സ്ക്വയർ ഓഫ് ചെയ്യാമെന്നാണ് കാണുന്നത്. ഇതെൻ്റെ ഓർഡർ ബുക്കാണ്. ഇതിപ്പോൾ ഒരു ഓർഡർ പൊസിഷൻ, അത് നിങ്ങൾക്ക് ഓർഡർ പൊസിഷൻ കാണാൻ പറ്റും. ഇതാണ് ഓർഡർ ബുക്ക്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1000 റുപ്പീസോളം ഒരു പ്രോഫിറ്റ് ഒരു ട്രേഡിന് വന്നിട്ടുണ്ട്. ഇതൊരു ട്രേഡ് എടുത്ത് ഞാൻ ആവറേജ് എടുത്ത് വന്ന ഫിഗറാണിത്. അതാണ് അങ്ങനെ കാണുന്നത്. ഇതെങ്ങനെ സ്ക്വയർ ഓഫ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ പൊസിഷൻ്റെ അത് നമ്മൾ ഓർഡർ ആണെങ്കിൽ അതിവിടെ ആക്റ്റീവായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അത് പൊസിഷനിൽ നിന്ന് ഇവിടെ സ്വിച്ച് ചെയ്യുമ്പോഴാണ് പൊസിഷനിലേക്ക് ഇവിടെ സ്വിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ട കറൻറ്റ് പൊസിഷൻ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് അത് സ്ക്വയർ ഓഫ് ചെയ്യുന്നത്, നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ അറ്റ് എ മാർക്കറ്റ് എക്സിറ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഉള്ള ഓപ്ഷൻ കണ്ടോ, ഡയറക്റ്റ്ലി അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ലാസ്റ്റ് ട്രേഡർ പ്രൈസ് എത്രയാണോ ആ പ്രൈസിന് നമുക്കിവിടെ കൺഫേം ചെയ്യാൻ പറ്റും. അന്നേരം ഇപ്പോൾ എത്രയാണോ പ്രോഫിറ്റ് ഇരിക്കണേ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ മറ്റൊരു പ്രോസസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ബാക്ക് പോയി അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സെൽ മോർ എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഇവിടെ കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ ഡെലിവറിയിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഷോർട്ട് സെല്ലാണ് ചെയ്തേക്കുന്നത്, ഇപ്പോൾ ഞാൻ ബൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സിറ്റ് ഞെക്കി കഴിയുമ്പോൾ നമുക്കിവിടെ ഒന്നെങ്കിൽ നമുക്ക് ലിമിറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം അവിടെ ഉണ്ടായിരുന്ന പോലെ ഡയറക്റ്റ്ലി മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇത് ലൈവായിട്ട് തന്നെ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഒരു ഏഞ്ചൽ ബ്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ ലിമിറ്റ് പ്രൈസ് ആണെങ്കിൽ നമുക്കൊരു പ്രൈസ് അടിക്കാം. 206.15 എന്ന് അടിക്കുന്നതായിരിക്കാം. ചില 15 തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 15 കൊടുക്കുക. ഇവിടെ ലിമിറ്റ് മാർക്കറ്റിലേക്ക് ആണെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാം മാർക്കറ്റിലേക്ക്. അപ്പോൾ എത്രയാണോ മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസ് ഇവിടെ ബൈ ഡിഫോൾട്ട് എടുക്കും. അത് എത്രയാണോ വരുന്നത് അത് ഇവിടെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ലിമിറ്റിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം കൊടുക്കുന്നത് ഒരു 206.15 കൊടുത്തു. ഈ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര കോസ്റ്റ് വരുന്നുള്ള വ്യൂ ചാർജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അത് വെറുതെ വീഡിയോ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകത്തുള്ളൂ. ഞാനിവിടെ 206.15 കൊടുത്തു. ഞാനിവിടെ എക്സിറ്റ് ആക്കി. അപ്പോൾ എന്താ സംഭവിച്ചത് തന്നെ, ഓർഡർ പ്ലേസ്ഡ് ബട്ട് പെൻഡിങ്, അതായത് നമ്മളിപ്പോൾ പ്ലേസ് ചെയ്ത ഓർഡർ നിങ്ങൾക്ക് ഓർഡർ ബുക്കിനകത്ത് കാണാൻ സാധിക്കും. ആ ഒരു ഓർഡറായിട്ട് പെൻഡിങ്ങിൻ്റെ അത് പോയി കഴിഞ്ഞാൽ, അതായത് എക്സിക്യൂട്ടീവ് പെൻഡിങ്ങിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ പ്ലേസ് ചെയ്ത ഓർഡറൂടെ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ പൈസയാണ് 206.15 ഇൻട്രാഡേ ബൈ ആയിട്ടാണ് ചെയ്തത്. അത് ആദ്യത്തെ ഷോർട്ട് സെല്ലായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇത് ഇൻട്രാഡേ ബൈ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. പ്രൈസ് താന്ന് വന്ന് 206.15 വരുമ്പോൾ ഇത് എക്സിറ്റ് ആയിക്കോളും. അന്നേരം എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് വേണം പിന്നാണെങ്കിൽ കൺവേർട്ട് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എടുക്കാം. അത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ വെച്ചത് ലിമിറ്റ് ഓർഡർ ആയിട്ടുള്ളൂ, അത് മാർക്കറ്റ് ഓർഡറിലേക്ക് ആയിക്കോട്ടെ എന്നുള്ള ചോദിച്ചാൽ കൺഫർമേഷൻ ചോദിക്കും. നമുക്ക് ഇവിടെ കൺഫേം ചെയ്യാം. ഇങ്ങനെ നമുക്കൊരു സ്ക്വയർ ഓഫ് ഓർഡറായിട്ട് പ്ലേസ് ചെയ്യാം. അതാണ് ഐഡിയൽ മെത്തേഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭയങ്കര മൂവ്മെൻ്റ് ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ പൊസിഷനിൽ തന്നെ, ഞാൻ പൊസിഷനിൽ സ്വിച്ച് ആണ്, എക്സിറ്റ് അറ്റ് ദ മാർക്കറ്റ് എന്നടിക്കാം. ഇതെന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടാണ് ഡയറക്റ്റ്ലി എക്സിറ്റ് അറ്റ് മാർക്കറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഓർഡർ അവിടെ കിടക്കും. അതപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അവിടെ അത് മാനുവലായിട്ട് ക്യാൻസൽ ചെയ്ത് നിൽക്കണം. അല്ലെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ്ലി എക്സിറ്റ് അറ്റ് മാർക്കറ്റ് അടിച്ച് നമുക്ക് പുറത്തേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ പ്രോസസ് ക്ലിയർ ആയി വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ പ്ലേസ് ചെയ്ത ഓർഡർ വേണ്ടി ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെ ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഓർഡറിലേക്കുള്ള സ്വിച്ച് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കിടന്നാറുണ്ട് ഓർഡറിനുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കിടക്കുന്ന ഓർഡർ ഉണ്ടോ അതിൻ്റെ അകത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസലിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ക്യാൻസൽ നൽകാം. എന്നിട്ട് എക്സിറ്റ് അറ്റ് മാർക്കറ്റ് അടിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എഡിറ്റ് ഓർഡർ നമുക്ക് വേണമെങ്കിൽ പ്രൈസ് വെച്ച പ്രൈസിനേക്കാളും കുറച്ച് മാറ്റണമെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഒത്തിരി പ്രൈസ് മുകളിലേക്ക് പോയി ലോസിലേക്ക് പോയി പറഞ്ഞാൽ നോക്കാം. അല്ലെങ്കിൽ ക്യാൻസൽ ഓർഡർ ഓപ്ഷൻ ഡയറക്റ്റ്ലി കിടക്കുന്നുണ്ട്. ഞാനവിടെ ക്യാൻസൽ ഓർഡർ ഞെക്കുവാണെന്ന് തൽക്കാലം ക്യാൻസൽ ഓർഡർ ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് കാണിച്ചാൽ ഞാൻ പൊസിഷനിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ശരിക്കും ഞാൻ ബൈ എടുത്തേക്കാളും താന്നു പോയിട്ടുണ്ട്. അപ്പം ലോസിലാണ് നിൽക്കുന്ന സത്യം. ഞാൻ എൻ്റെ ചാർട്ടൊന്ന് നോക്കാം, ഇത് തിരിച്ച് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടോയെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിന് വെയിറ്റ് ചെയ്ത് നോക്കാം. ചാർട്ടിനെ നോക്കാം. നല്ല രീതിയിൽ മുകളിലേക്ക് കയറിപ്പോയി. കാര്യം ഇവിടം വരെയാണ് മാച്ച് ചെയ്ത് കയറുള്ളൂ. ഇവിടെയാണ് എൻട്രി പോയിന്റ് നിൽക്കുന്നത്. അത് താഴേക്ക് എന്തായാലും വന്നോളും. എന്തായാലും ഒരു മിനിറ്റ് കൂടെയും വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ടും വന്നില്ലെങ്കിൽ ഞാനിവിടെ എക്സിറ്റ് ചെയ്ത് കാണിക്കാമെന്നാണ്. ഒത്തിരി മുകളിലേക്ക് കയറി പോകണം. പക്ഷേ അത് മാക്സിമം ലിമിറ്റ് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത് ലോസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എക്സിറ്റ് മാർക്കറ്റ് അടിക്കുന്നില്ല തൽക്കാലം. അടിക്കുമായിരിക്കും സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ, ചിലപ്പോൾ അത് ആ കയറിയ വഴിക്ക് തന്നെ താഴേക്ക് ഇറങ്ങിക്കോളുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സിറ്റ് മാർക്കറ്റ് അടിക്കാം. മാക്സിമം എത്രയായി? വീഡിയോയുടെ ടൈമാണ് 5 മിനിറ്റ് ആയുള്ളൂ. ഓക്കെ, നമുക്ക് ചാർട്ട് നോക്കാം. നല്ല രീതിയിലുള്ള മുകളിലേക്കുള്ളൊരു കയറ്റമാണ് കയറിയത്. പക്ഷേ അത് റിട്ടേൺ ഇപ്പം തന്നെ ഇറങ്ങിക്കോളുമായിരിക്കും. അത് കണ്ടിട്ട് ഇറങ്ങണ ലക്ഷണം നോക്കട്ടെ. വോളിയം നോക്കട്ടെ. വോളിയം ഒത്തിരി പോസിറ്റീവ് വോളിയമായി, ബയേഴ്സ് ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല, താഴേക്ക് ഒത്തിരി നെഗറ്റീവ് പോകാനാണ് ചാൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലം ഞാനിതൊരു സ്ക്വയർ ഓഫിയാണ്, നല്ലൊരു ഫെയിലിയർ ആയിപ്പോൾ 1000 പ്രോഫിറ്റ് നിന്ന് ഇപ്പോൾ നെഗറ്റീവിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിപ്പോൾ ബ്രോക്കറേജ് എല്ലാം കഴിഞ്ഞാൽ ശരിക്കും നെഗറ്റീവ് ഓപ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രോസസ് ക്ലിയർ ആയി ഏറ്റവും തൽക്കാലം എക്സിറ്റ് ചെയ്യുന്നില്ല, കാരണം അതിന് താഴേക്ക് പ്രൈസ് വരുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എങ്ങനെയായാലും അതൊരു 206 റേഞ്ചിലേക്ക് ഇറങ്ങി വരുന്നതാണ്. അതുകൊണ്ട് എക്സിറ്റ് ചെയ്യാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യാമെന്നോർത്തായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ പ്രോസസ് ക്ലിയർ ആയിരിക്കുന്നു. നിങ്ങൾ സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സിറ്റ് മാർക്കറ്റ് എന്നുള്ള എടുക്കുക. ഈ താഴെ കാണുന്ന ഈ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ലാസ്റ്റ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസിൽ ഇത് എക്സിറ്റ് ആയിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡറായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ചാർട്ട് നോക്കാം. കുറച്ച് നേരം താഴേക്ക് ഇറങ്ങുമായിരിക്കും. എന്തായാലും ഇവിടം വരെയൊക്കെ ഈ സൈഡ് ഇറങ്ങേണ്ടതാണത്. കണ്ടോ, താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തൽക്കാലം നമുക്കൊരു എന്നാൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും തൽക്കാലം ലോസ് ആണെങ്കിലും കുഴപ്പമില്ല, എക്സിറ്റ് ചെയ്ത് കാണിച്ചു തരാം. എക്സിറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നുള്ള ചെയ്ത് വീഡിയോ ഫുൾ ആയിക്കോളൂ. എക്സിറ്റ് മാർക്കറ്റ് അടിക്കുവാണ്. വീണ്ടും മുകളിലേക്ക് കയറിപ്പോയല്ലോ. അത് ഒരു സെക്കൻഡിന് വെയിറ്റ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തൊക്കെ സമയത്തായി. ഓക്കെ, ചേട്ടോട്ടെ. റിട്ടേൺ അടിക്കാൻ നിൽക്കുമെന്ന് തോന്നുന്നു. 4 നിമിഷം ഇവിടം വരെ ഇറങ്ങേണ്ടതാണ്, കാരണം അത്രയും നല്ല റെസിസ്റ്റൻ പോയിന്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 700 രൂപ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് മാർക്കറ്റ് അടിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റിന് വെയിറ്റ് ആയില്ലെങ്കിൽ ഞാൻ എക്സിറ്റ് അടിച്ചോളാം. ഇപ്പോൾ പ്രോസസ് ക്ലിയർ ആയി സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ടാൽ മതി, എനിക്ക് അറിയാവുന്നതിന് പറഞ്ഞു തരാം ഞാൻ. പിന്നെ ഏഞ്ചൽ ബ്രോക്കർ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമാണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പൺ ലിങ്ക് കിടക്കുന്നുണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും എക്സിറ്റ് അടിക്കുവാണ്. ഇപ്പോൾ നോക്കാം, നിങ്ങൾക്ക് എക്സിറ്റ് മാർക്കറ്റ് അടിക്കുവാണ്. ഞാനിവിടെ ഒരു 50 റേഞ്ചിലേക്ക് എത്തുന്നതന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് കഴിഞ്ഞിട്ട് 50 അടിക്കാം. ഒരു താഴും കൂടെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഒത്തിരി ലോസിലേക്ക് ഒരു 700 രൂപയിൽ പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നഷ്ടമായി പോകും എനിക്കത്. ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും. പയ്യെ റിട്ടേണും കയറുവാണ്. ഓക്കെ, എന്തിലാവട്ടെ, ഈ വീഡിയോ എക്സിറ്റ് ചെയ്യുകയാണ്. കൂടുതൽ സമയം വീഡിയോ ലെങ്ത്തും കൂടെ ഉണ്ടല്ലോ. എക്സിറ്റ് മാർക്കറ്റ് ഒരു 500 രൂപയിലും പ്രോഫിറ്റ് മുകളിലേക്ക് കയറുമെന്ന് നോക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ടാൽ മതി, അറിയാവുന്നതിനും പറഞ്ഞുതരാം. ക്ലിയർ ആയിരുന്നു. നമ്മൾ ഓർഡർ ബുക്ക് ഇപ്പോൾ അവിടെ ഓർഡർ ബുക്കായിട്ടൊന്നും കിടക്കുന്നില്ല, അത് ക്യാൻസൽ ചെയ്ത് കാരണം പൊസിഷൻ്റെ അകത്ത് എമൗണ്ടാണ് ഈ കാണുന്നത്. ഞാൻ അവിടെ എക്സിറ്റ് മാർക്കറ്റ് ഇപ്പോൾ അടിക്കാൻ പോവുകയാണ്. എക്സിറ്റ് മാർക്കറ്റ് അടിച്ചു. ഞാൻ ഇത് എപ്പോൾ കൺഫേം ചെയ്യുന്നോ ആ കൺഫേമിലുള്ള വാല്യൂയിൽ നമുക്കിത് കൺഫേം ആയി കിട്ടുന്നതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. ഒരു 40 വരുമായിരിക്കും. ഇല്ല, വീണ്ടും മുകളിലേക്ക് കയറുവാണ്. എക്സിറ്റ് മാർക്കറ്റ് അടിക്കാനാണ് സേഫ് എന്നാണ് തോന്നുന്നത്. ഓർഡർ പ്ലേസ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് നമുക്ക് മെസ്സേജ് ഒന്ന് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. നമ്മുടെ പൊസിഷനകത്ത് ഇപ്പോൾ അനങ്ങുന്നുണ്ട്, കാരണം അത് കുറച്ച് ഡിലേ വരും. ഇപ്പോൾ എൻ്റെ അനക്കം നിന്നു, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 600 ഏകദേശം 1000 സംതിങ് പ്രോഫിറ്റ് എന്ന സാധനമാണ് 600 പോയത്. അത് സാരമില്ല. പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് നേരം താന്നേനെ, കാരണം വീണ്ടും പ്രൈസ് താമസിക്കുക 1 മിനിറ്റിന് വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയേനെ. ഫ്രണ്ട്സ്, അപ്പോൾ പ്രോസസ് ക്ലിയർ ആയിരിക്കുന്നു. നമ്മൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്.